ഞങ്ങളിപ്പോൾ ഉള്ളത് തോപ്പുംപടി അന്ത്യ മാർക്കറ്റിലാണ് കേട്ടോ. അന്തി മാർക്കറ്റ് എന്ന് പേര് വരാൻ കാര്യം എന്താണെന്ന് അറിയാമോ? നൈറ്റ് ആയതുകൊണ്ടല്ലേ? അന്തിക്ക് മാത്രമുള്ള ഈ മാർക്കറ്റ്. എത്രാമത്തെ പ്രാവശ്യം നീ വരുന്നത് ഇവിടെ? ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. ഇപ്പൊ അപ്പൊ എന്ത് തപ്പി വന്നതാ? എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. കുറെ നേരമായിട്ട് നോക്കി കിടക്കണത്. ദേ എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ കേരച്ചൂര അല്ലേ? അപ്പൊ ഈ കേരച്ചൂര താര നന്നായിട്ട് വെക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ്, നല്ല പുളിയിട്ട് വെക്കും. പിന്നെ ഞങ്ങളുടെ ബ്ലോഗ് കാണുന്ന ഒരു ഫാമിലി വന്നിട്ടേ താരമോളെ എന്ന് വിളിച്ച്. അപ്പോൾ താരയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത്, എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത്. അപ്പോൾ ഇതൊക്കെ അപ്പുറത്തു നിന്ന് ഒരു ചേച്ചി, മീൻ വിൽക്കുന്ന ചേച്ചി ഒരു വിളി, താരേ എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ ഈ പറഞ്ഞ ടീമൊക്കെ അമ്മച്ചിയൊക്കെ നമ്മുടെ ബ്ലോഗ് കാണുന്ന ആൾക്കാരാണ് കേട്ടോ. അതെ അതെ. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെയൊക്കെ കണ്ടതിൽ. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് ബ്ലോഗൊക്കെ കാണാറുണ്ട്, അടിപൊളിയാന്ന് പറഞ്ഞ്. അപ്പോൾ ഇതങ്ങളുടെ മീനൊക്കെ അവിടെ റെഡിയായി. ഞങ്ങളൊരു 3/4 കിലോ മേടിച്ചിട്ടുണ്ടാകും. ഞാൻ 2-3 പേരല്ലേ വീട്ടിലുള്ളു. അപ്പം 3/4 കിലോ മീൻ മേടിച്ച് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം ചട്ടിയിലേക്ക് മീനിട്ട് കഴുകാം. നമ്മൾ 3-4 പ്രാവശ്യം കഴിയട്ടോ. അപ്പോഴത്തേക്ക് അമ്മച്ചി അവിടെ ചോറൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇതെന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ചോറ് വാർക്കണം. വാർക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ അങ്ങനെ പറയണം. അപ്പോൾ നമ്മൾ മൺചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ എന്തൊഴിക്കണം? നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ചെയ്യുന്നത്. അത് തന്നെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ശരിക്ക് കാഞ്ഞു വന്നതിന് ശേഷമാണ് നമുക്ക് ഉലുവയിടാം. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടണം കേട്ടോ. പടപടപടാന്ന് പറഞ്ഞ് പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ എന്തിടണം? നമുക്ക് കടുകിടണം. കടുക് പറ അല്ലേ? അപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ അടുത്തത് നമുക്ക് പിന്നെ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരാൻ നേരത്ത് അടുത്തത് വെളുത്തുള്ളി കൂട്ടുകാരനാരാ? ഇഞ്ചി. ഇഞ്ചി ഇല്ലാതെ വെളുത്തുള്ളി ഇല്ല, വെളുത്തുള്ളി ഇല്ലാതെ ഇഞ്ചി ഇല്ല. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി കുട്ടൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റം ഇടാം. അവിടെ ചെറിയ ഉള്ളി ഇല്ലാതെ മീൻ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. സവാളയായിട്ട് മീൻ വെക്കരുത് കേട്ടോ, മധുരമായി പോകും. പിന്നെ നമുക്ക് ഈ ഉള്ളി ഇടാതെ മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഉള്ളി ശരിക്കും ഇങ്ങനെ മൊരിഞ്ഞു വരാൻ നേരത്ത് നല്ലൊരു മണം വരും അല്ലേ? അപ്പോഴത്തേക്കും ലേശം ഉപ്പിടാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുന്നത് എന്തിനാന്ന് പറയാം? ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി, മൊരിഞ്ഞ് കിട്ടാൻ അല്ലെങ്കിൽ വെന്ത് കിട്ടാനായിട്ട്. നല്ല കളറൊക്കെ മാറിക്കഴിയാൻ നേരത്ത് നമുക്ക് അടുത്ത കറിവേപ്പില ഇടാം. കരിവേപ്പില എന്ന് പറഞ്ഞ ആൾക്കാർ, അത് ശരിയാണ്, കറിവേപ്പില അല്ലേ? എന്തും പറയാട്ടെ, പല രീതിയിലും പറയാം. നല്ലൊരു മണം അടിക്കുന്നുണ്ടോ? താരയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നല്ലൊരു മണം ഉണ്ടെന്ന്. റെഡിയായപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും മുരിഞ്ഞതിന് ശേഷമാണ് അടുത്ത സാധനം ഇടാൻ പാടില്ല. ധൃതി പിടിച്ചിട്ട് കാര്യമില്ലല്ലേ? അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി, നമ്മുടെ സാധാരണ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി എന്നീ സാധനങ്ങളായിട്ട് ഇടേണ്ടത്. നമ്മൾ ഒറ്റയടിക്കാൻ ഇട്ടേക്കണേ കേട്ടാ. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി നല്ല കളറുള്ള മുളക് പൊടി ഉണ്ട്, നല്ല റെഡ് കളർ ഇട്ടും. നമ്മൾ പത്തനംതിട്ട പോയപ്പോൾ മേടിച്ചതാണ് അവിടെ ഉണ്ടാക്കണ ഒരു മുളക് പൊടി. ഇപ്പം എന്തായിരുന്നു ഇത്? കുറച്ച് കായപ്പൊടി കേട്ടോ. ഞങ്ങൾ കുറച്ച് കായപ്പൊടി ഞങ്ങൾ ഇടാറില്ല കായം. ഇപ്പം ഇടാത്തവരുണ്ടാവും, അതുകൊണ്ട് എന്നെ ഒന്നും ആരും ഒന്നും പറയില്ല. കായം ഉലുവ ഇടാറില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആണ് ഇട്ടിട്ട്. നൈറ്റാണ് ഉണ്ടാക്കണം. ഞങ്ങൾ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാം. അപ്പോൾ ആ റോട്ടിൽ കൂടി പോകുന്ന ആൾക്കാർക്ക് നല്ല മണവും ഉണ്ടാവും ഞങ്ങൾ കറി വെക്കണതിൻ്റെയൊക്കെ. കുടംപുളി ഇല്ലാതെ എന്ത് അല്ലേ മീൻ കറിയല്ലേ? അപ്പോൾ നല്ല അടിപൊളി നാടൻ കുടംപുളിയാണ്. നല്ല പുളിയാണ്ട് ഈ കുടംപുളിക്ക്. അതുകൊണ്ട് ഇത്തിരി പുളി കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരാണല്ലേ നമ്മൾ. എനിക്കും പുളി വേണം. പിന്നെ ഇത് കണ്ട നമ്മുടെ കാശ്മീരി ചില്ലറ കളർ കണ്ട എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി പോരാത്തതിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇത്തിരി ചാറ് ഇത്തിരി കൂടുതൽ വേണം, നാളെ പുട്ടിൻ്റെ കൂടെയും കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത്തിരി അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഇത്തിരി കുറവാണ്, അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് എപ്പോഴും പുളി ഉണ്ടാകുന്ന നോക്കണം, ഉപ്പുണ്ടാകുന്ന നോക്കണം. പുളി ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണ് കേട്ടോ. ഇരിക്കും തോറും പുളി കൂടുന്ന ഒരു കറിയാണ് കേട്ടോ കേരക്കറി. കിച്ചണിൽ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാൻ നേരത്തെ നേരെ റോഡ് കാണാം കേട്ടോ. റോട്ടിൽ കൂടുന്ന ആൾക്കാരെല്ലാം തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറിയുടെ മണവും നല്ല ഫുഡിൻ്റെ മണമൊക്കെ എപ്പോഴും വരും ഇവിടുന്ന്. അപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. തിളക്കണ്ട. വാവ്, നല്ല മണം വരുന്നുണ്ട്. പുള്ളിയുടെ മണം അല്ലേ? അതെ. അപ്പം നമ്മുടെ അലുവ പീസ് പോലത്തെ നമ്മുടെ കേരച്ചൂര നമ്മൾ ഇട്ട് കൊടുക്കണേണ്ടാ. ഇപ്പം തന്നെ ഒരു 80% കറി ഓക്കെയാണ്. അപ്പം മീൻ നല്ല ഫ്രഷ് ആണെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല ഫ്രഷ് മീൻ തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് പരിപാടി. കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പം ഇതുപോലെ നമ്മൾ തട പിടിച്ചിട്ട് അല്ലേ, കൈക്കല പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ചുറ്റിക്കാൻ പിടിക്കുകയല്ലേ നീ? എന്നെ ഒരു പ്രാവശ്യം ചുറ്റിച്ചതല്ലേ? അപ്പം ഞാനേ
കഞ്ഞി വാർക്കാൻ നേരത്തെ അമ്മച്ചിയുടെ അടുത്ത് പറയുവേ കഞ്ഞിരോളം വെക്കണേട്ടാന്ന് പറയും. കാരണം എനിക്ക് കഞ്ഞിരോളം ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിരോളം തന്നെയാണ് കേട്ടാ. അപ്പോൾ ഇതങ്ങ് ചെറു തീയിൽ കിടന്നത് വെന്തട്ടാ. ഇത് കണ്ട സംഭവം ചാറിങ്ങനെ കുറിയോ തന്നെയാണ്ടാ. ചാറ് കുറുന്തോറും ഇതിന് ടേസ്റ്റ് കൂടും. അല്ല ചുറ്റിക്കലുണ്ടാ. കുറേ നേരം ഇരിക്കണം കേട്ടോ. ഇനി ഇത് 2-3 മണിക്കൂർ ഇരുന്നിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 5 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് കഴിക്കണത്. കുത്തരിച്ചോറും മീനും കണ്ട. മീനിൻ്റെ കളറ് മറിയണ്ട, രൂപം മറിയണ്ട. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. കൊച്ചിക്കാരേ ഇഷ്ടംപോലെ കറിയൊന്നും ഉണ്ടാവില്ല. മീനാണെങ്കിൽ മീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ തോരനോ കുലത്തേറിയോ ഒന്നും ഉണ്ടാവില്ല. മീൻ മാത്രം മതി കൊച്ചിക്കാർക്ക് ചോറ് ചെയ്യാൻ. നിങ്ങളുടെ അവിടെ അങ്ങനെയല്ലല്ലോ? എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. അപ്പോൾ എൻ്റെ ഈ ചെറിയ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. കമൻറ്റ് ഇടാൻ മറക്കല്ലേട്ടാ. നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു.